ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ മൈ വ്യൂസ്. ഇതുണ്ടല്ലോ ഞങ്ങളുടെ സ്ഥലം നാവായിക്കുളത്ത് അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ കുറച്ച് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും ഇത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് എടുത്ത് എനിക്ക് അയച്ചതാട്ടോ. നാട് നമ്മൾ മിസ് ചെയ്യില്ലല്ലോ. ശരിക്കും ഇപ്പോൾ എന്താ പറയുക, ഉത്സവ സമയമല്ലേ, അപ്പം നമുക്ക് നാട് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പുള്ളി എനിക്കെടുത്ത് അയച്ചു തന്നതാട്ടോ. അപ്പം ഞാനതോർത്ത് ഞാൻ മാത്രം കണ്ടാൽ പോലില്ല, നിങ്ങളെല്ലാവരും കാണട്ടെ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ വിശേഷമെന്ന് വിചാരിച്ചു. നോക്ക്, ഇതൊരു 3 റോഡ് വരുന്നതാണ്. ആ 3 ഭാഗത്തെ റോഡിലും എന്താ പറയുന്നത്, ഭയങ്കര ലൈറ്റ് സെറ്റിങ്ങും ഇങ്ങനെ ദൈവത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും ആ ലൈറ്റ് സെറ്റിങ്ങും ഒക്കെയാണ്. നമ്മൾ കയറി വരുന്ന ഭാഗവും എല്ലാം പല ആ അമ്പലമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ചെറിയ ചെറിയ വഴികളും അവിടെ എല്ലാം ഉണ്ട്. അവിടെ എല്ലാം ഇതുപോലെ ലൈറ്റ് സെറ്റിംഗ് ആണ്. എന്താ പറയുന്നത്, ഭയങ്കര ഒരു നല്ല എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അത് പറയാനായിട്ട്. അത്രയും മനോഹരമായിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഇതാണ്ട് ഇത് കയറി പോകുന്നത് നമ്മളിപ്പോൾ അമ്പലത്തിനകത്തോട്ടാണ്. ഒത്തിരി ആൾക്കാരാണ്, ഭയങ്കര തിരക്കാണ്. എവിടെ നിന്ന് ഇത്രയും ജനങ്ങൾ വരുന്ന അറിയത്തില്ല, അത്രമാത്രം തിരക്കാണ്. ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. സ്റ്റാർട്ടായപ്പോഴേ ഇത്രയും. ഇനി 10ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം തിരക്ക് പിടിച്ച ഒരു എന്താ പറയുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ കൊടിയും നോക്ക്, അതിന് ചുറ്റുമുള്ള എന്താ പറയുക, ചുറ്റമ്പലവും എല്ലാം ലൈറ്റ് സെറ്റ് കൊണ്ടും ചെറിയ ചെറിയ ദൈവങ്ങളുടെ രൂപത്തിനകത്തുള്ള ലൈറ്റ് സെറ്റിംഗ് കൊണ്ടും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെയാണ് അവർ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടാണ് എല്ലാ പരിപാടികളും അമ്പലത്തിൽ ഈ 10 ദിവസത്തെ പരിപാടികളെല്ലാം നടത്തുന്നത് ഇവിടെ തന്നെയാണ്. ഒത്തിരിയും വിശാലമായിട്ട് സ്ഥലം തന്നെ കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഈ ലൈറ്റ് കൊണ്ട് തന്നെ, ലൈറ്റ് നമുക്ക് രാത്രിയിൽ പ്രത്യേകിച്ച് പറയണ്ട, എന്ത് ഭംഗി ഇത് കാണാനായിട്ട്. അത്ര ഭംഗിയിലാണ് അവർ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് വീഡിയോ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അവനും പോയി കുറച്ച് നേരം താണ്ട് ആ ദൈവത്തിൻ്റെ ആ ഒരു ലൈറ്റ് സെറ്റിങ്ങിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അമ്പലത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അമർത്തണം, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.